ആഭിമുഖ്യത്തിൽ ഇന്നിവിടെ നടക്കുന്നത്. എഴുത്തിനെ സാമൂഹ്യ പരിസരങ്ങളോട് ചേർത്ത് വെക്കുന്നതിൽ കണിശത പുലർത്തിയ ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു കോടമ്പി റഹ്മാൻ. അദ്ദേഹം കണ്ടും അറിഞ്ഞും തന്റെ അനുഭവങ്ങളിലൂടെ എഴുത്തുകൾ നമുക്ക് പരിചിതമാക്കുകയായിരുന്നു. ഒറ്റയാൻ മുതൽ വിശ്വവിഖ്യാതനായ ബഷീർ വരെയുള്ള വളരെ തീക്ഷ്ണമായ എഴുത്തുകളിലൂടെ പുതിയ തലമുറക്ക് അല്പം അപരിചിതമാണ്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയതിനു ശേഷം അദ്ദേഹം KSEBയിൽ ഓവർസിയറായി ജോലി നോക്കുകയായിരുന്നു. അതിനുശേഷം ചന്ദ്രികയിൽ കുറഞ്ഞ കാലം പത്രപ്രവർത്തകരിൽ ഒരാളായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. തുടർന്ന് 1985 കൽപ്പകനാട് എന്ന് പറയുന്ന സായാഹ്ന പത്രം, ആ പത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖമുദ്ര. ആ ഒരു പത്രത്തിലൂടെയാണ് വൈക്കം മുഹമ്മദ് ബഷീർ എന്ന വിശ്വവിഖ്യാതനായ എഴുത്തുകാരനിലെ അദ്ദേഹം പരിചയപ്പെടുന്നതും തുടർന്ന് അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളിൽ ഒരാളായി മാറുന്നതും. രാഷ്ട്രീയ രംഗത്തും ഇദ്ദേഹം വളരെ സജീവമായിരുന്നു. അപ്പൊ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയാത്തത്രയും തീക്ഷ്ണമായ അദ്ദേഹത്തിന്റെ എഴുത്തുകളിലൂടെ അദ്ദേഹം നമുക്ക് ഇന്നും ഓർമ്മകളിൽ നിലനിൽക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കാര്യപരിപാടിയിലേക്ക് കടക്കുകയാണ്. ആദ്യമായി ഞാൻ ഈ പരിപാടിയുടെ സ്വാഗതം പറയുന്നതിന് വേണ്ടി PV ലത്തീഫ്, നമ്മുടെ വാർഡ് കൗൺസിലറായിട്ടുള്ള PV ലത്തീഫിനെ ക്ഷണിക്കുകയാണ്. വലിയ രീതിയിലാണ് അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് 2 മാസങ്ങൾക്ക് മുമ്പാണ് പൊന്നാനി മുനിസിപ്പാലിറ്റി പരിധിയിലെ, അതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാവർക്കും അറിയാവുന്ന പോലെ കോടമ്പി റഹ്മാൻ നമ്മുടെ സമൂഹത്തിനകത്ത്, നമ്മുടെ രാജ്യത്ത് കോവിഡിന്റെ ഒരു ഭീകരത സൃഷ്ടിച്ച സമയത്താണ് അദ്ദേഹം നമ്മെ വിട്ട് പിരിഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്മരണ ഇപ്പോൾ ഈ സാഡ്കോ ക്ലബിന്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന്റെ സ്മരണയും അദ്ദേഹം ബാക്കി വെച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളും ഇങ്ങനെ നമ്മുടെ സമൂഹത്തിനകത്ത് സാഡ്കോ ക്ലബ്ബ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് സാഡ്കോ ക്ലബിന്റെ ഭാരവാഹികളെ വളരെ സന്തോഷപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ ഓർമ്മ അനുസ്മരണ പ്രഭാഷണം നടത്തുന്നത് P. സുരേന്ദ്രനാണ്. നമുക്കൊക്കെ പരിചയമുള്ളവരാണ്. നമ്മൾ തൊട്ടടുത്ത് ഇടപ്പാൾ സ്വദേശിയാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് വേണ്ടി വളരെ സന്തോഷപൂർവ്വം ഞാൻ അവരെയും വളരെ സന്തോഷപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സെഷന്റെ അധ്യക്ഷത വഹിക്കുന്നതിന് വേണ്ടി പ്രിയങ്കരനായ അഭിമാഷോട് അഭ്യർത്ഥിക്കുന്നു. വളരെ എക്സെൻട്രിക്കായി നോക്കിയിരുന്ന ഒരാളാണ് കോടമ്പി റഹ്മാൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരുപാട് പുസ്തകങ്ങൾ, ഒരാൾ മരണപ്പെട്ടാലാണ് അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ വായിക്കുക എന്ന് പറഞ്ഞ പോലെ 9ഓളം പുസ്തകങ്ങൾ എഴുതി, ആ നാടിനെ കുറിച്ച് എഴുതി. ആ കാലഘട്ടത്തിലൊന്നും 30 പുസ്തകങ്ങൾ എഴുതും, പക്ഷെ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊന്നും നടക്കാത്ത കാലഘട്ടത്തിൽ പൊന്നാനിയിൽ ഇങ്ങനെ ജൈവികമായ ഒരു മനുഷ്യൻ, ആകാരഭംഗിയിലും അദ്ദേഹത്തിന്റെ എല്ലാ നടത്തത്തിൽ പോലും രംഗത്തും അങ്ങനെ മനുഷ്യൻ കടന്നുപോയ, ഒരുപാട് കഥാപാത്രങ്ങളിലൂടെ കടന്നുപോയ ഒരു ജൈവിക മനുഷ്യന്റെ അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത്. അതിനേക്കാളേറെ ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സാഡ്കോ എന്ന് പറയുന്ന ക്ലബിന്റെ ഒരു പ്രത്യേകത. 25 വർഷത്തോളമായി അതിലേറെയായി തോന്നുന്നു നിങ്ങളുടെ അടുത്ത സൗഹൃദത്തിൽ ഉപ്പയുടെ അടുത്ത സുഹൃത്താണ്. പ്രാഥമിക വിദ്യാഭ്യാസം എനിക്ക് തോന്നുന്നു 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. ബഷീറും 10ാം ക്ലാസ് പാസ്സായിട്ടില്ല. പക്ഷേ PhD എടുക്കുന്നവർ പലരും, ഡോക്ടറേറ്റ് എടുക്കുന്നവർ പലരും ബഷീറിൻ്റെ കൃതികൾ ആസ്പദമാക്കിയിട്ടാണ്. അതിനാൽ ഔപചാരിക വിദ്യാഭ്യാസം നമുക്ക് ലഭിക്കുന്നത് പുസ്തകങ്ങളിലൂടെയല്ല, ശരിയായ വിദ്യാഭ്യാസം. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കാതെ തന്നെ അദ്ദേഹം
കൽപ്പകനാട് എന്ന് പറയുന്ന ഒരു മാസിക. പിന്നെ MA മലയാളം പൂർത്തിയാക്കിയവർക്ക് പോലും കൃത്യമായിട്ട് നല്ല ഭാഷയിൽ മലയാളം എഴുതാൻ പറ്റാതെ വരുന്ന ഒരു കാലഘട്ടത്തിൽ കൽപ്പകനാട് എന്ന് പറയുന്ന ഒരു മാസിക അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ പൊന്നാനിയിൽ നിന്നും തുടങ്ങി എന്ന് പറയുമ്പോൾ ആ ഒരു വ്യക്തിയുടെ ഔന്നത്യം അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നും നേടിയെടുത്ത വിദ്യാഭ്യാസം എത്ര ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നീട് അദ്ദേഹം KCB കയറി ചെറിയ ലെവലിൽ കയറി ഓവർസിയറായി റിട്ടയർ ചെയ്തിരുന്നെങ്കിലും ഔദ്യോഗിക ജീവിതം അദ്ദേഹം എവിടെയും ഞാൻ തന്നെ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം KCBയുടെ ഒരു ജോലിക്കാരനായിരുന്നു, ഓവർസിയറായിട്ടാണ് റിട്ടയർ ചെയ്തത്. ഞങ്ങളൊക്കെ കാണുമ്പോൾ അദ്ദേഹം കൽപ്പകനാട് എന്ന് പറയുന്നത്, കൽപ്പകനാടിലൂടെയാണ് എനിക്കൊക്കെ കോടമേ റഹ്മാനെ പരിചയമുള്ളത്. കാരണം കൽപ്പകനാട് എന്ന് പറയുന്ന മാസിക പിന്നീട് പത്രമായി മാറി. അന്ന് ആ പത്രത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ എനിക്ക് പറ്റാത്ത വൈക്കം ബഷീറായിരുന്നു വന്നപ്പോഴേക്ക് കൂടെ ഞാനും ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു സ്കൂളൊന്നും തുടങ്ങി ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ചെറിയ പ്രായത്തിൽ ഞാനും അതിൽ ഭാഗവാക്കായിരുന്നു. ഒരു 10ാം ക്ലാസ് വരെ എത്താത്ത ഒരു വ്യക്തിയാണ് ഒരു പത്രം, ദിനപത്രം തുടങ്ങിയത് എന്ന് അറിയുമ്പോൾ കുടമ്പേകം റഹ്മാൻ ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. എഴുത്തിലൂടെ വളരെയധികം സമുദായത്തിന് ഉള്ളിൽ നിന്നും പുറത്തു നിന്നും ഒക്കെ എതിർപ്പുകൾ നേരിട്ട വ്യക്തിയാണ് കോടമ്പേകം റഹ്മാൻ. എന്നിട്ടും താൻ വിശ്വസിക്കുന്ന സംഹിതയിൽ നിന്നും അണുവിട മാറാൻ തയ്യാറായിട്ടില്ലായിരുന്നു അദ്ദേഹം. പൊന്നാനി പോലെയുള്ള ഒരു സ്ഥലത്ത് പണ്ടൊക്കെ ഞാനൊക്കെ കേൾക്കുന്നത് പൊന്നാനിയിൽ പോയി തൊപ്പിയിടുക എന്നുള്ളൊരു പ്രയോഗം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒരിക്കൽ എനിക്ക് 8ാം ക്ലാസ്സിലെ മറ്റൊരു വിഷയത്തിൽ ഞാൻ തോറ്റ് വന്നപ്പോൾ ഉമ്മച്ചീനെ കളിയാക്കി തോറ്റ് തൊപ്പിയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ഞാൻ ടാറ്റ ഒരിക്കലും അങ്ങനെ പറയില്ല. ഞാൻ ടാറ്റ ഈ പൊന്നാനിയിൽ പോയി തൊപ്പിയിടുന്നു, ഈ തോറ്റ് തൊപ്പിയിടുന്നു തമ്മിൽ എന്തെങ്കിലും ബന്ധമില്ലാത്ത ഞാൻ ചിരിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു അടുത്ത യാഥാസ്ഥിക രീതിയിൽ നിൽക്കുന്ന ഒരു സമൂഹത്തിൽ നിന്നും അതിലെ ജീർണതക്കെതിരെ പൊരുതിയ ഒരു വ്യക്തി, അതും അവിടെ അഭിമന്യുവിനെ പോലെ ആ ചക്രത്തിൽ നിന്നും പൊരുതി രക്ഷപ്പെടില്ലാതെ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പൊരുതിയത്. പക്ഷേ അദ്ദേഹത്തിനെ പോലുള്ളവർ പിന്നീട് കുറേ മാറ്റങ്ങൾ സമൂഹത്തിൽ ഈ സമുദായത്തിൽ വരുത്തിയിട്ടുണ്ട്. ഇൻഡയറക്റ്റായിട്ട്, നേരിട്ടായിരിക്കില്ല, ഇൻഡയറക്റ്റായിട്ട്. അപ്പം അദ്ദേഹം ഇപ്പോൾ എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ മകളെ കല്യാണം കഴിച്ചത് അദ്ദേഹത്തിൻ്റെ മകനായ ഹന്തലയുടെ പേരിലാണ് അദ്ദേഹം ആദ്യമായി പബ്ലിക്കേഷൻസ് തുടങ്ങിയത്. പിന്നീട് ഹന്തലയേക്കാൾ കൂടുതൽ ഉദൈഫ, അദ്ദേഹത്തിൻ്റെ മകനായ ഉദൈഫ. കാരണം തുഞ്ചൻ പറമ്പിൽ സ്ഥിരം ഇവർ രണ്ടുപേരുമായിരുന്നു വരുന്നത്. തുഞ്ചൻ പറമ്പിൽ ഞാനുണ്ടാവും. അപ്പം ഈ ഉദൈഫയും കോടതിയും ഒരുമിച്ച് ഇങ്ങനെ നടന്ന് അവിടെ വരുന്ന സാഹിത്യകാരന്മാരായിട്ട് പരിചയപ്പെടുകയും ഏറ്റവും നല്ല ബന്ധമാണ്. ഈ സുരേന്ദ്രനൊക്കെ അങ്ങനെ ആ ഒരു ബന്ധത്തിൻ്റെ മുകളിലാണ് വന്നിരിക്കുന്നത്. എല്ലാവരുമായിട്ടും ഒരു MT പോലുള്ള ആൾക്കാർ വരും. വളരെയധികം ആൾക്കാരെ അധികം അടുപ്പിക്കാതെ MT പോലും അദ്ദേഹത്തിന് നല്ല ഒരു ബന്ധമായിട്ടാണ്.
കാരണം അദ്ദേഹത്തിന് ആ ഒരു എങ്ങനെയാണ് ഉള്ളോട്ട് കയറാം എന്ന് ഉള്ള ആ ഒരു റീച്ച്, അത് നിഷ്കളങ്കനായ ഒരു വ്യക്തിയായതുകൊണ്ട് അത് ആർജിച്ചെടുക്കാനുള്ള കഴിവ്, പ്രത്യേക കഴിവുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു ലക്ഷ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഇന്ന ആളെ പരിചയപ്പെട്ടാൽ എനിക്ക് ഇന്ന നേട്ടം ഉണ്ടാക്കാനുള്ള ലക്ഷ്യമൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നെ വളരെയധികം ഉന്നതരായ, ഇപ്പോൾ സമൂഹത്തിൽ ഉന്നതരായ സാഹിത്യ സാംസ്കാരിക വ്യക്തിത്വങ്ങളെ പരിചയമുള്ള വ്യക്തിയായിരുന്നു കോടതി കിടക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി നമ്മുടെ സമൂഹത്തിൽ നിന്ന് യാത്ര പോയിട്ട് 2ാമത്തെ വർഷം ഒരു 2ാം ചരമവാർഷികം സാറ്റ്കോയുടെ നേതൃത്വത്തിൽ നടത്താൻ തീരുമാനിച്ചത്. സാറ്റ്കോയുടെ പ്രവർത്തകർ എന്നെ സമീപിച്ചപ്പോൾ ഞങ്ങൾ തമ്മിലൊരു ബന്ധമുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ബന്ധമുണ്ട് എന്ന് പറഞ്ഞാൽ ആ ബന്ധത്തിൻ്റെ പേരിലായിരിക്കാം എന്നെ ഉദ്ഘാടകനായി ക്ഷണിക്കുക. അപ്പോൾ ഞാൻ ആ ബന്ധം പറഞ്ഞിട്ടില്ല, ലൈക്ക് അന്വേഷണം പറയാനായിട്ട് വന്നപ്പോൾ. അപ്പം ഇങ്ങനെയൊരു സന്ദർഭത്തിൽ ഇവിടെ നടക്കാൻ പോകുന്ന മറ്റ് നിലവിലുള്ള ഒരു വ്യവസ്ഥയുമായി അംഗീകരിച്ചിട്ടില്ല. അവിടെ എക്കാലത്തും വിവാദമായിരുന്നു കൊടംബിയെ. ഇവിടെ എപ്പോഴത്തും അദ്ദേഹത്തിന്റെ മൂർച്ചേറിയ വാക്കുകൾ, ആശയങ്ങൾ വല്ലാതെ പ്രകോപിതരാക്കിയിട്ടുണ്ട് സമൂഹത്തെ. പൊന്നാനി എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രദേശമല്ലല്ലോ. ആഴമേറിയ മതദർശനങ്ങൾക്ക് ആഴമേറിയ വേരുകളുള്ള ഒരു പ്രദേശമാണ്. അവിടെ അതിനെ ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യാനായി അദ്ദേഹം സർഗരചനകൾ ഉപയോഗിച്ചു എന്നുള്ളതാണ്. അവിടെയാണ് എഴുത്തുകാരെക്കാലത്ത് മൗലിക എഴുത്തുകാരനാണ്. ഫാസിസത്തിന്റെ വഴിയിലൂടെ കടന്നുപോയപ്പോൾ ലോകത്ത് വലിയ എഴുത്തുകാർ, ചിത്രകാരന്മാർ ഒക്കെ ആവിഷ്കാരങ്ങൾ നടത്തിയിരിക്കും. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇവിടെയൊക്കെ കലാകാരന്മാർ തന്നെയാണ് വ്യവസ്ഥകളെ എക്കാലത്തും ചോദ്യം ചെയ്തിട്ടുണ്ടാവുക. ആ വ്യവസ്ഥകളെ കൊളംബിയ റഹ്മാൻ ചോദ്യം വലിയ പ്രയാസം ഉണ്ടാക്കിയ സമയത്താണ് പൊടുന്നനെ ഒറ്റ രാത്രി കൊണ്ട് അദ്ദേഹം ഈ പച്ച നിറമുള്ള ഒരു ലോഹയണിഞ്ഞ് പൊന്നാനിയിലൂടെ നടക്കേണ്ടി വന്ന ഒരു സാഹചര്യം. അതാണ് മക്കൾക്കൊക്കെ എത്ര കൊണ്ട് അറിയാമെന്ന് എനിക്കറിയാം ആ കാര്യങ്ങളൊക്കെ. കാരണം അത്രയ്ക്ക് ആത്മബന്ധം ഞാൻ കൊളംബിയായിട്ട് നിലനിർത്തി. എന്തായാലും ഞാൻ നിർത്തുകയാണെങ്കിൽ വലിയ സന്തോഷമുണ്ട്. പൊന്നാനി ഇങ്ങനെയുള്ള ഒരു മൗലിക പ്രതിഭയുടെ കുറിച്ച് പറഞ്ഞുകൊണ്ട് സാഹിത്യത്തിൻ്റെ ദേശങ്ങളെക്കുറിച്ച്, ദർശനങ്ങളെക്കുറിച്ച് ഒക്കെ പറയാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരിക്കൽ കൂടി എനിക്ക് ക്ലബിനോടും കൊളംബിയ റഹ്മാൻ്റെ മക്കളോടും കുടുംബത്തോടുമുള്ള പ്രത്യേക നന്ദി ഞാൻ വീണ്ടും ഞാൻ രേഖപ്പെടുത്തുന്നു. അദ്ദേഹത്തെ മറന്നില്ലല്ലോ. ആ പിതാവ് ഞങ്ങൾക്ക് കാലത്തിൻ്റെ ചുമരിൽ മായാത്ത കയ്യൊപ്പുകൾ പതിപ്പിച്ചവനാണ് ഞങ്ങളുടെ പിതാവ് എന്ന അഭിമാനത്തോടു കൂടി പറയാൻ കഴിയട്ടെ. ഇനി എനിക്ക് പറയാനുള്ളതേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെ മറ്റു രചനകളൊക്കെ കുറച്ച് കോപ്പികളേ ഉള്ളൂ. സാഹിത്യമൊക്കെ അങ്ങനെയൊക്കെ ഇപ്പോൾ പോവുള്ളൂ. ലിമിറ്റഡ് കോപ്പികളൊക്കെ പോവുള്ളൂ. പഴയ പോലെയൊന്നും ആയിരക്കണക്കിന്. അദ്ദേഹത്തെ പോലെയുള്ളവരെ ഓർക്കുക എന്നുള്ളത് ഇന്നിൻ്റെ കാലത്ത്, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ നിൽക്കുന്ന സമയത്ത് അതിപ്രധാനമായിട്ടുള്ളൊരു കാര്യമാണെന്ന് ഞാൻ കരുതുന്നു. നേരത്തെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ സുരേന്ദ്രൻ ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ എഴുത്തുകാർ